അവരെ കാണാതായപ്പോൾ രാജാവിൻ്റെ പോലീസുകാർ 4 ഭാഗത്തേക്കും ഓടിത്തിരക്കി. അവസാനം അവർ എഞ്ചലൂസ് പർവ്വതത്തിലെ ഗുഹയിലുമെത്തി. ഉറങ്ങുന്നവർ ഉണർന്നതേയില്ല. അവരുറങ്ങുന്ന കാഴ്ച ആരെയും ഭയപ്പെടുത്തിയത്രേ. ഉറങ്ങുന്നവരെ തന്നെ വെട്ടാനും കൊല്ലാനും തിരിഞ്ഞില്ലേ? വെട്ടാനും കൊല്ലാനും പോയിട്ട് അവരുടെ അരികിലെത്താൻ പോലും ശത്രുക്കൾക്ക് കഴിഞ്ഞില്ല. ഏതോ ഒരു അദൃശ്യ ശക്തി ആരെയും അരികിലെത്താൻ വിടാതെ പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് രാജാവും പോലീസുകാരും എല്ലാം പുറത്തു നിന്ന് അകത്തേക്ക് നോക്കിയതേ ഉള്ളൂ. കോപമൂത്ത രാജാവ് ഗുഹാമുഖം അടക്കാൻ കൽപ്പിച്ചു. അതെന്തിനാണ്? അവർ ഉണർന്നാൽ രക്ഷപ്പെട്ടേക്കണ്ട എന്ന് കരുതിയിരിക്കുക ആ ബേവക്കൂഫ്. അവരുടെയൊക്കെ ബന്ധുക്കളോ? ജീവനോടെ കുഴിച്ച് മൂടപ്പെട്ടെന്ന് കരുതി ഒരുപാട് സങ്കടപ്പെട്ടു. അവരോട് ഇഷ്ടമുണ്ടായിരുന്ന ഒരാൾ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അവരുടെയൊക്കെ പേര് വിവരങ്ങൾ ഒരു പലകയിൽ എഴുതി ഗുഹാമുഖത്ത് കുഴിച്ചിട്ടു. എന്തൊക്കെ അവരുടെ പേരുകള്? അവരുടെ പേരുകൾ മാക്സിമിലനസ്, യൂനാനീസ്, സുറിനാനോസ്, ദിനാക്ലൂസ്, തെൽമീക്ക, മാർട്ടീനോസ് ആൻഡ് അന്തോണിയോസ്. ഈ സംഭവം നടന്നത് AD 250 എനിക്ക് തോന്നുന്നത്. കാലം കടന്നുപോയപ്പോൾ ഈ ഗുഹാവാസികളെയും ആളുകൾ മറന്നു. എന്നാലും ആ നാട്ടിൽ നിന്നും ഗുഹയിലുറങ്ങുന്ന ഈ പുണ്യവാന്മാരെയും അവരുടെ നായയെയും കുറിച്ചുള്ള കഥകൾ പുറംനാടുകളിലും എത്തി. കൊല്ലങ്ങൾ കടക്കുന്തോറും വിശ്വാസികൾ കുറേശ്ശെയായി വർദ്ധിച്ചു വന്നു. AD 324 കോൺസ്റ്റന്റൈൻ റോമ ചക്രവർത്തിയായി. വിശ്വാസികളിൽ നിന്നും ഈസാ നബിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈസാ നബിയെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ഈസാ നബിയെക്കുറിച്ച് പഠിച്ച് ഈസാ നബിയുടെ വേദത്തോടൊപ്പം റോമക്കാരുടെ വിശ്വാസങ്ങളും കൂട്ടിക്കുഴച്ച് ഒരു പുതിയ മതമുണ്ടാക്കി. അതാണ് ക്രിസ്തുമതം. ഈ മതത്തിൽ ഈസാ നബി അലൈഹിസ്സലാം ദൈവവും ദൈവത്തിൻ്റെ പുത്രനും പരിശുദ്ധാത്മാവും ഒക്കെയാണ്. എങ്ങനെയാ ഒരാൾ തന്നെ 3 ആളാകുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ അതുണ്ടാക്കിയ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയോട് തന്നെ ചോദിക്കണം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം റോമിലെ മതമാക്കി. അത് വ്യാപിപ്പിക്കുകയും ചെയ്തു. അപ്പോഴേ ഈസാ നബിയുടെ ശിഷ്യന്മാർ ഒന്നും എഴുതി വെച്ചില്ലേ? ശിഷ്യന്മാരെഴുതിയ സുവിശേഷങ്ങളൊക്കെ പിടിച്ചെടുത്ത് നശിപ്പിച്ചു കളഞ്ഞു. ഗുഹയിലൊക്കെ താമസിച്ചിരുന്ന വേദക്കാരോ? അവർ അവരുടെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു. അല്ലെങ്കിലും അവർ രഹസ്യമായാണല്ലോ വിശ്വാസം സംരക്ഷിക്കുന്നത്. ക്രിസ്തുമതം റോമിലെ മതമായതോടെ ആ മതത്തിലായി റോമക്കാർ മുഴുവനും. ഇക്കാലത്താണ് മെഡിറ്ററേനിയൻ തീരത്തൊക്കെ ക്രിസ്തുമതം വ്യാപിച്ചത്. റോമിലെ തെരുവുകളിൽ നിന്നെല്ലാം ദേവന്മാരുടെ പ്രതിമകൾ മാറി. പകരം കുരിശും ഈസാ നബിയുടെ പ്രതിമകളും നാട്ടപ്പെട്ടു. പാറ വെച്ച് മൂടിയത് പിന്നെപ്പോഴാ തുറന്നത്? 200 കൊല്ലങ്ങൾ കൂടി കടന്നുപോയി. ഇക്കാലങ്ങൾക്കിടയിൽ പ്രകൃതിക്ഷോഭത്തിലെപ്പോഴോ ഗുഹാമുഖം അടച്ചതൊക്കെ ഇടിഞ്ഞു വീണുകിടന്നു. ഒരു ദിവസം ഗുഹാവാസികൾ ഉണർന്നു. ആദ്യം നായയാണത്രേ ഉണർന്നത്. കുറേയധികം നേരം ഉറങ്ങിപ്പോയോ എന്നവർ സംശയിച്ചു. പക്ഷേ 3 നൂറ്റാണ്ടുകളാണ് ഉറങ്ങിയതെന്ന് അവരറിഞ്ഞതേയില്ല. അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഭക്ഷണം വാങ്ങാൻ ഇടയനെ റഖീമിലേക്ക് വിട്ടു. എന്നാൽ ഇടയൻ ഒട്ടും വൈകാതെ തന്നെ തിരിച്ചെത്തി. റഖീം എന്ന നഗരമേ കാണുന്നില്ല എന്നായിരുന്നു മറുപടി. 7 പേരും അത്ഭുതപ്പെട്ടു. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു നഗരം ഇല്ലാതാവുകയോ? റഖീം എന്ന നഗരത്തിന് എന്ത് പറ്റി? റഖീം ഭൂകമ്പത്തിൽ തകർന്നുപോയിരുന്നു. ദഖ്യാനുസിന്റെ മരുമകൻ തന്നെ ഭക്ഷണം വാങ്ങാൻ ഇറങ്ങി തിരിച്ചു. അവർ ഉണർന്നപ്പോ വയസ്സന്മാരായിരുന്നോ? ഇല്ല, അവർ ഉറങ്ങുമ്പോൾ ഏതു പ്രായത്തിലാണോ അതുപോലെ തന്നെയാണ് ഉണർന്നത്. അതുകൊണ്ടല്ലേ അവർക്കൊന്നും മനസ്സിലാവാഞ്ഞത്. 300 കൊല്ലം കഴിഞ്ഞിട്ട് അതേ പ്രായത്തിനോ? അതല്ലേ അല്ലാഹുത്താലാന്റെ കഴിവ്. അവരെ ഉറക്കത്തിലാക്കി, എന്നാൽ അവരുടെ ശരീരം വളരുകയോ വയസ്സാവുകയോ ചെയ്തില്ല. ഭക്ഷണം വാങ്ങാൻ പുറപ്പെട്ടയാൾ നടന്ന് നടന്ന് നീങ്ങുന്തോറും അത്ഭുതത്തിലായിരുന്നു. നാടൊക്കെ മാറിയിരിക്കുന്നു. പഴയ കാഴ്ചകളൊന്നുമില്ല. ഇതെന്തു പറ്റിയെന്നറിയാതെ പലയിടത്തും പകച്ചു നിന്നു. ആളുകളുടെ വേഷവും ഭാഷയും ഒക്കെ മാറിയിരിക്കുന്നു. കെട്ടിടങ്ങൾ പോലും അന്നുവരെ കണ്ടിട്ടില്ലാത്ത തരം. വഴിതെറ്റി മറ്റേതോ നാട്ടിലെത്തിന്ന് വിചാരിച്ചില്ലേ? വഴിതെറ്റി എങ്ങോട്ടെങ്കിലും എത്തിയോ? തെരുവിലാണെങ്കിൽ ഈസാ നബിയുടെ പ്രതിമകളാണ്.
ഇതെന്താ പറ്റിയത്? ഒരൊറ്റ രാത്രി കൊണ്ട് നാട്ടിൽ സത്യവിശ്വാസം പുലർന്നോ? ഭക്ഷണം തേടിയാണല്ലോ പുറപ്പെട്ടത്. ഭക്ഷണം കണ്ട് ഒരു കടയിൽ കയറി കുറച്ച് റൊട്ടികൾ വാങ്ങിച്ചു. കയ്യിലുള്ള കാശ് നീട്ടിയപ്പോൾ കാശ് വാങ്ങി കടക്കാരൻ തിരിച്ചു മറിച്ചും നോക്കി. എന്നിട്ട് ആഗതനെ തുറച്ചു നോക്കി. മാക്സിമില്ലനാണെങ്കിൽ ഒന്ന് പേടിച്ചു. ഇതെന്താ ഇയാൾ ഇങ്ങനെ നോക്കുന്നത്? രാജാവിന്റെ ആളോ മറ്റോ ആണോ? വേഗം സ്ഥലം വിട്ടേക്കാൻ നോക്കിയതും അയാൾ കയറിപ്പിടിച്ചു. നിങ്ങൾ എവിടുന്ന് വരുന്നു? ഈ കാശ് എവിടുന്ന് കിട്ടിയതാ? 2 ദിവസം മുന്നേ ഈത്തപ്പഴം വിറ്റ് കിട്ടിയ കാശാണെന്ന് പറഞ്ഞതൊന്നും കടക്കാരൻ വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് നിധി കിട്ടിയതാണോ? മാക്സിമിലൻ പറഞ്ഞതൊന്നും അയാൾ വിശ്വസിച്ചില്ല. ദഖ്യാനുസ് രാജാവിന്റെ കാലത്തെ നാണയമാണിതെന്നും അതെങ്ങനെ കിട്ടിയെന്നുമായി ചോദ്യം. അപ്പോഴാണ് കാര്യത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായത്. വീണ്ടും കടക്കാരനുമായി തർക്കിച്ചപ്പോഴാണ് കടക്കാരൻ പറഞ്ഞത് ദഖ്യാനുസ് രാജാവ് 300 കൊല്ലങ്ങൾ മുമ്പേ ഭരിച്ച ആളാണെന്ന്. താനും കൂട്ടുകാരും 300 കൊല്ലങ്ങളോളം ഗുഹയിലുറങ്ങിയെന്ന് മനസ്സിലായതോടെ കടക്കാരനോട് പറഞ്ഞു, ദഖ്യാനുസ് രാജാവിന്റെ മർദ്ദനത്തിൽ നിന്നും ഓടിപ്പോയി എഞ്ചലൂസ് മലയിലെ ഗുഹയിലുറങ്ങിയതാണ്. ഇന്നാണ് ഞങ്ങൾ ഉണർന്നത്. കടക്കാരൻ ആളുകളെ വിളിച്ചുകൂട്ടി. 300 കൊല്ലങ്ങൾ മുമ്പേ ഗുഹയിലുറങ്ങിയവരെ ജീവനോടെ മൂടിയ കഥ ആ നാട്ടിൽ അപ്പോഴും പ്രചാരത്തിലുണ്ടായിരുന്നു. നാട്ടുകാർ ഗുഹാവാസിയെ കണ്ട് ആനന്ദത്തിലായി. അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണെന്നും അന്ത്യസമയത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നും ജനങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഗുഹാവാസികളെ കണ്ടെത്താൻ നാം അപ്രകാരം അവസരം നൽകി. ദഖ്യാനുസ് രാജാവിന്റെ മരുമകനാണെന്നും കൂടി പറഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തെ തെളിവെടുക്കാനെന്നോണം പഴയ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. ആ വീട്ടിൽ മക്കളുടെ മക്കളായവരുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കഴിഞ്ഞു പോയത് 1-2 കൊല്ലമല്ല, 300 കൊല്ലങ്ങളാ. 15ാം തലമുറയിലെ പേരക്കുട്ടിയാണ് അവിടെ വൃദ്ധനായി ഉണ്ടായിരുന്നത്. ആ നാട്ടിലും നാട്ടുകാർക്കും അത്ഭുതവും വിസ്മയവും. ഭക്ഷണത്തിനായി ഗുഹയിൽ കൂട്ടുകാർ കാത്തിരിക്കുന്നതിനാൽ കുറേ ഭക്ഷണവുമായി ഇദ്ദേഹത്തെ ഗുഹയിലെത്തിച്ചു. ഗുഹയിലെത്തി കൂട്ടുകാരെ വിവരമറിയിച്ചു. താമസിയാതെ രാജാവും പരിവാരങ്ങളുമായി ഗുഹയിലെത്തിച്ചേർന്നു. അന്ന് അവിടെ ഭരിച്ചത് ബൈദറൂസ് എന്നൊരു രാജാവാണെന്ന് കഥകളിൽ കാണുന്നു. എന്നാൽ അത് ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലമാണ്. അദ്ദേഹത്തിന്റെ ജനറൽ ബെലിസാറിയസ് എന്ന പേരിന്റെ അറബി രൂപമാണോ ഈ ബൈദറൂസ് എന്നൊരു സംശയം എനിക്കുണ്ട്. അദ്ദേഹം യഹൂദരുടെ ഏകദൈവ വിശ്വാസവും പ്രവാചക നിയോഗവുമെല്ലാം അറിയുന്ന ആളാണ്. എന്നാൽ ക്രിസ്തുമതത്തിലെ 3 ദൈവം ഒന്നിക്കുന്ന തത്വം പിടികിട്ടാതെ ഒരുപാട് സംശയങ്ങളിലായിരുന്നു. ഈസാ നബിയുടെ പാഠങ്ങൾ അറിയുവാനും യഥാർത്ഥ ഇഞ്ചീൽ എന്താണെന്ന് അറിയുവാനും ആഗ്രഹിക്കുകയും അതിനായി ഏകനായ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. രാജാവ് ഗുഹാവാസികളെ ആലിംഗനം ചെയ്ത്, പുണ്യാത്മാക്കളെ, നിങ്ങളുടെ കഥ കേൾക്കാൻ നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഗുഹാവാസികൾ അവരുടെ കഥകളും ഈസാ നബി അലൈഹിസ്സലാം എന്താണ് പഠിപ്പിച്ചതെന്നും രാജാവിനെ കേൾപ്പിച്ചു. രാജാവ് മാർഗദർശനം കിട്ടിയതിൽ അതിയായി സന്തോഷിച്ചു. യഥാർത്ഥ ഇഞ്ചിയിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് രാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. അത് അവർ എവിടെ നിന്നോ കേട്ടിരുന്നില്ല. എന്തായിരുന്നു ആ മുന്നറിയിപ്പ്? അവസാന നബിയെ കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു. നമ്മുടെ നബിയുടെ വരവിനെ പറ്റിയോ? അതെ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി തന്നെ. അതെ, അത് ഇഞ്ചീലിലുണ്ടായിരുന്നു. മലകളാൽ ചുറ്റപ്പെട്ടതും ഈത്തപ്പനകൾ നിറഞ്ഞതുമായ ഒരു പ്രദേശത്തേക്ക് വരാനിരിക്കുന്ന അഹമ്മദ് എന്ന പ്രവാചകൻ യഹൂദരുടെ സഹോദര സമുദായത്തിൽ നിന്ന് വരുമെന്നും അള്ളാഹുവിൻ്റെ വചനങ്ങൾ അദ്ദേഹത്തിൻ്റെ നാവിലിട്ട് കൊടുക്കുമെന്നും അദ്ദേഹത്തെ തിരിച്ചറിയാനുള്ള മറ്റു സൂചനകളും. രാജാവ് അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചോ? ക്ഷണിക്കാതിരിക്കുവോ? പക്ഷേ അവർ വീണ്ടും പഴയതുപോലെ ഉറക്കത്തിലേക്ക് മടങ്ങി. ഉണരാത്ത ഉറക്കം. എന്ന് വെച്ചാൽ അവര് മരിച്ചു പോയെന്നോ? അതെ, അവർ മരിച്ചു. അവരെ അടക്കാൻ 7 സ്വർണ്ണപ്പെട്ടികൾ ഉണ്ടാക്കാൻ രാജാവ് കൽപ്പിച്ചു. അന്ന് രാത്രി രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ പുണ്യവാന്മാർ പറഞ്ഞു അത്രേ, ഞങ്ങൾ മണ്ണാൽ ഉണ്ടാക്കപ്പെട്ടവരാണ്, ഞങ്ങളെ മണ്ണിലേക്ക് മടക്കുക എന്ന്. മരപ്പെട്ടികൾ ഉണ്ടാക്കി അവരെ അടക്കി. അതെ, നാട്ടിൽ അതിക്രമം അവസാനിച്ചത് അവർ കണ്ടല്ലോ. അവരുടെ കാലത്ത് ഈസാ നബിയുടെ പേരുച്ചരിച്ചാൽ മർദ്ദനമായിരുന്നു. ഉണർന്നപ്പോഴോ ഈസാ നബി ആദരിക്കപ്പെടുന്നു. പക്ഷെ സത്യം കളങ്കപ്പെട്ടിരുന്നു. മുൻപുള്ള സമുദായങ്ങൾ ചെയ്തതുപോലെ ഈസാ നബിയെ ദൈവമാക്കിയിരുന്നു. അത് ശരിയല്ല എന്നും നബിമാരിൽ അവസാനത്തെ ആളുടെ വരവ് അടുത്തിട്ടുണ്ടെന്നും
അറിയിക്കാനായിരിക്കണം അവർ ഉണർന്നത്. അവരെന്താ അപ്പോൾ തന്നെ മരിച്ചുപോയത്? 300 കൊല്ലങ്ങൾ കഴിഞ്ഞ് എണീച്ചതല്ലേ? 300 കൊല്ലം കഴിഞ്ഞ് ഈ ലോകത്ത് അവരുടെ വേണ്ടപ്പെട്ടവരുണ്ടാവോ? ഇല്ലല്ലോ. അതുകൊണ്ട് അവർക്കിടെ ജീവിക്കണ്ട, അവര് മരിക്കാനാണ് ആഗ്രഹിച്ചത്. രാജാവ് ആ പുണ്യാത്മാക്കളുടെ മുകളിൽ ഒരു പള്ളി പണിതു. സന്തോഷിച്ചു.